നമസ്കാരം. കഴിഞ്ഞ 2 മാൻഡേറ്റുകളായിട്ട് രാജ്യം ഭരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ മുസ്ലിം സമൂഹം ആ ഒരു സിസ്റ്റത്തെ വലിയ രൂപത്തിൽ എതിർത്തിരുന്നവരാണ്. നാടൻ ഭാഷയിൽ പറഞ്ഞ മോഡി വിരുദ്ധരായിരുന്നു മുസ്ലിങ്ങൾ. അതിന് വലിയ രൂപത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. മോഡിയോടുള്ള പക അല്ലെങ്കിൽ മോഡിയോടുള്ള ദേഷ്യം അത് കുഴിച്ചു മൂടിയേ എന്ന് മാത്രമല്ല, ആ കുഴിച്ചു മൂടിയ ഇളക്കമുള്ള മണ്ണിൽ അവർ മോഡി പ്രണയം നട്ടു വളർത്തിയിരിക്കുകയാണ്. അത് പൂത്ത് തളിർത്തിരിക്കുകയാണ്. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടായിരിക്കും ലക്ഷദ്വീപിൽ 90-ന് മേലെ ശതമാനം ആൾക്കാർ, ഏകദേശം മുഴുവൻ എന്ന് പറയാം, അവിടെ പോയി അവരൊരു ഹിന്ദുവിനെ കണ്ടെത്താൻ പറ്റില്ല. ലക്ഷദ്വീപ് മുസ്ലിങ്ങളുടെ ഒരു നാടാണ്. അതിനെ മുസ്ലിം രാജ്യമായിട്ട് സങ്കല്പിക്കാൻ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതിൽ മുമ്പിൽ നിന്ന ആളാണ് അവിടുത്തെ എം പി ആയിരുന്ന മുഹമ്മദ് ഫൈസൽ. വലിയ മോഡി വിരോധിയായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ BJPയിലേക്ക് പോയിരിക്കുകയാണ്. BJPയുടെ ആളായിട്ട് മാറിയിരിക്കുകയാണ്. ലക്ഷദ്വീപിൽ BJP നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ അതിന് വലിയ രൂപത്തിൽ എതിർക്കുകയും അതിനു വേണ്ടിയിട്ട് സേവ് ലക്ഷദ്വീപ്, ഈ മോഡി എന്ന് പറയുന്ന കാബാലികനിൽ നിന്നും RSS എന്ന് പറഞ്ഞ കാബാലിക സങ്കേതത്തിൽ നിന്നും ലക്ഷദ്വീപിനെ സംരക്ഷിക്കേണ്ടതുണ്ട്, ഇന്ത്യയിൽ നിന്നും സംരക്ഷിക്കേണ്ടതെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ ഉള്ളൊരു സേവ് ലക്ഷദ്വീപ് പ്രക്ഷോഭത്തിന് ക്യാമ്പയിന് നേതൃത്വം നൽകുകയും ചെയ്ത NCP നേതാവായിട്ടുള്ള മുഹമ്മദ് ഫൈസലാണ് ഇപ്പോൾ BJPയോടും മോഡിയോടും അവരുടെ സാമീപ്യം കൊതിക്കുന്നത് എന്ന് സാരം. കൊച്ചിയിലുള്ള BJP ജില്ലാ ആസ്ഥാനത്ത് ഇപ്പോൾ മുഹമ്മദ് ഫൈസൽ വാർത്താ സമ്മേളനം വിളിച്ച് ചേർത്തിട്ടുണ്ട്. നേരത്തെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നതിലും പിന്നീട് വാർത്താ സമ്മേളനം റദ്ദാക്കുകയാണ് ചെയ്തത്. മോശം കാലാവസ്ഥയെ തുടർന്ന് ലക്ഷദ്വീപിൽ നിന്നുള്ള വിമാനം റദ്ദ് ചെയ്താണ് വാർത്താ സമ്മേളനം റദ്ദാക്കാനുള്ള കാരണമെന്നാണ് പിന്നീട് അറിഞ്ഞത്. BJPയിൽ ചേർന്നതായിട്ടുള്ള വാർത്ത മുഹമ്മദ് ഫൈസൽ പരിപൂർണമായിട്ട് അതിന് കൺസെൻറ്റ് നൽകിയിട്ടില്ലെങ്കിലും അത് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ലെന്നാണ് രാഷ്ട്രീയം അറിയുന്നവരെല്ലാവരും പറയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായിട്ട് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഈ മുഹമ്മദ് ഫൈസൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. 2019 വീണ്ടും ജനവിധി തേടി മികച്ച വിജയത്തോടുകൂടി അദ്ദേഹം MP സ്ഥാനം നിലനിർത്തി. NCPയുടെ പാർട്ടി വിപ്പായിട്ട് സഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സയ്യിദിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത്. 2009 ലോകസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്തരിച്ച കേന്ദ്രമന്ത്രി PM സയ്യിദിൻ്റെ മരുമകൻ മുഹമ്മദ് സാലിഹിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പ്രതിയായതോടുകൂടിയിട്ടാണ് ഫൈസലിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു ചേർന്നത്. 2023 ജനുവരി 11 കവരത്തി സെഷൻസ് കോടതി മുഹമ്മദ് ഫൈസലിനെ 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 13 ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കി. എന്നാൽ ജനപ്രതിനിധിയെ മാറ്റുന്നത് വഴി ലക്ഷദ്വീപിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന രാജ്യത്തിന് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് ചൂണ്ടിക്കാണിച്ച് ജനുവരി 25 കേരള ഹൈക്കോടതി ആ ശിക്ഷ സ്റ്റേ ചെയ്യാനുണ്ടായത്. തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച ശേഷമാണ് മാർച്ച് 29 അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ച് നൽകിയത്. അന്ന് കേരള ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവിനെതിരെ ലക്ഷദ്വീപ് ഭരണകൂടം സുപ്രീം കോടതിയെ സമീപിക്കുകയുണ്ടായിട്ടുണ്ട്. ഹൈക്കോടതിയിലെ വാദങ്ങൾ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി കേസ് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിക്ക് തന്നെ തിരിച്ചുവിട്ടു. തുടർന്ന് ഒക്ടോബർ 3 കേരള ഹൈക്കോടതി ഫൈസലിൻ്റെ ശിക്ഷ സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചതോടെ ഒക്ടോബർ 4 ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ വീണ്ടും അയോഗ്യനാക്കി മാറ്റി.
എന്നാൽ ഉടൻ തന്നെ ഫൈസൽ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ഒക്ടോബർ 9 സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തു. തുടർന്ന് നവംബർ 2 ആണ് രണ്ടാമത്തെ അയോഗ്യത പിൻവലിച്ച് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവിറക്കിയത്. ഉന്നത നീതിപീഠം താൽക്കാലിക നിയമ പരിരക്ഷകളുടെ കൊടുത്ത ഉന്നത നീതിപീഠം നൽകിയ താൽക്കാലിക നിയമ പരിരക്ഷകളുടെ കാര്യത്തിലാണ് മുഹമ്മദ് ഫൈസൽ തൻ്റെ 17ാം ലോകസഭയിലെ കാലാവധി പൂർത്തിയാക്കിയത്. പക്ഷേ 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സയ്യിദിനോട് അദ്ദേഹം പരാജയപ്പെട്ടു. ലക്ഷദ്വീപിൽ ശക്തമായിട്ടുള്ള ജനസ്വാധീനമുള്ള മുഹമ്മദ് ഫൈസലിൻ്റെ BJP പ്രവേശനം ദ്വീപ് രാഷ്ട്രീയത്തിൽ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവിടെ ആദ്യമുണ്ടായിരുന്ന ഐഷ സുൽത്താന, അവരും ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു അവരും വലിയ രൂപത്തിലുള്ള മോഡി വിരോധിയായിരുന്നു. കേരളത്തിൽ വന്നവർ ഒരു സിനിമയോ മറ്റോ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, എഴുത്തുകാരിയാണ്, വലിയ സാമൂഹ്യ പ്രവർത്തകയാണ്. ഇന്നിപ്പോൾ അവരുടെ സ്ഥിതി എന്താണ്? BJPയുടെ ഒരു കാൻഡിഡേറ്റായിട്ടുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ അവരുടെ ലക്ഷദ്വീപിൽ വന്നു. അവർ തന്നെ പ്രണയമായി, അവർ വിവാഹം കഴിച്ചു. അവരിപ്പോൾ പരിപൂർണമായിട്ട് അദ്ദേഹം ഡൽഹിയിൽ കളക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് അവിടെ വാഴുന്നു. ഇപ്പോൾ മോഡി വിരുദ്ധ പ്രസ്താവനകളോ അല്ലെങ്കിൽ മോഡി വിരുദ്ധ മറ്റേ റീൽസോ വീഡിയോസോ ഒന്നും കാണാനില്ല, എല്ലാം മുക്കിക്കളഞ്ഞു. അവരും പതുക്കെ ഇത് വ്യാപന സ്വഭാവം കൈവന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മുടെ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിലും എല്ലായിടത്തും പതുക്കെ ഒരു പ്രോ മോഡി അപ്രോച്ച് മുസ്ലിങ്ങളിൽ കാണാനുണ്ട്. ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. കേരളത്തിലെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിൽ മോഡി സംബന്ധമായിട്ട് എന്തൊരു കാര്യമാണെങ്കിലും മോഡി എന്നുള്ള പേര് പോലും കേൾക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്. അത് ഒരർത്ഥത്തിൽ അത് മുസ്ലിങ്ങളുടെ ബോധത്തിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്തത് ഇവിടെയുള്ള നേതാക്കന്മാർ. മോദി ചെയ്യുന്നത് മുഴുവൻ മോദി കാബാലികനാണ്, മോദി മുസ്ലിം വിരോധിയാണ്, മോദി ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരാളാണ്, ആയതുകൊണ്ട് തന്നെ ഇവിടെ വിഘടനവാദമാണ് ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നിത്യാദി കാര്യങ്ങൾ. യഥാർത്ഥ രാജ്യദ്രോഹി മോദിയാണെന്ന് പറയാൻ അവർ മടിച്ചിട്ടില്ല. ഒരിക്കൽ ഇവിടെ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞു മോഡി കാബാലികനാണെന്ന്. അത്രത്തോളം കാര്യങ്ങൾ ഉയർന്നു. അതെല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് മോദി മുന്നോട്ട് പോയത്. കാരണം അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാൻ കഴിയുമെങ്കിലും ഇതിനെല്ലാത്തിനും കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നൊരു സാഹചര്യം ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയുണ്ടായത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഈ അടുത്ത കാലത്ത് സമീപകാലത്തിൽ കേരളത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക. PM ശ്രീ പദ്ധതിയുണ്ട്. PM ശ്രീ പദ്ധതി ഒരു കാരണവശാലും ഇവിടേക്ക് കടത്തില്ല എന്ന് പറഞ്ഞു കിടന്ന മുസ്ലിം ലീഗുകാർ, അതുപോലെ തന്നെ അതിൻ്റെ നേതാക്കന്മാർ അവരുടെ ഘോരമായിട്ടുള്ള പ്രസംഗങ്ങൾ മോദിക്കെതിരായിട്ടും സംഘപരിവാറിനെതിരായിട്ടും മോഹൻ ഭാഗവതിനെതിരായിട്ടും അതുപോലെ തന്നെ സംഘപരിവാർ ഹൈന്ദവ തത്വങ്ങൾക്കെതിരൊക്കെയായിട്ട് വലിയ രൂപത്തിൽ താറടിച്ച് കാണിക്കാനുള്ള രീതിയിലുള്ള വലിയ പ്രസംഗങ്ങൾ, തങ്ങളുടെ അണികളെ ആ രീതിയിൽ ഉത്തേജിപ്പിച്ച് അവരുടെ വോട്ട് തട്ടാനുള്ള ശ്രമങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് അധികാരം കൈവന്നപ്പോൾ സ്ഥിതി എന്താണ്? നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും അവർ മോദിയുടെ ആൾക്കാരായിട്ട് മാറുന്നതാണ് നമ്മൾ കാണുന്നത്. മോദി വിരുദ്ധരിപ്പോൾ മോദിയോട് വലിയ രൂപത്തിൽ മോദി വിരുദ്ധരായിട്ടിരുന്ന ആളുകൾ ഇപ്പോൾ ആ മോദി വൈരുദ്ധ്യം അല്ലെങ്കിൽ മോദി വിരുദ്ധത അവർ കുഴിച്ചുമൂടി, കൈക്കോട്ടുകൊണ്ട് കളച്ച് ഇളക്കി മറിച്ച് 10 അടി താഴെ അത് കുഴിച്ചുമൂടി. ആ ഇളകിയ മണ്ണിൽ അവരിപ്പം നട്ടിട്ടുള്ള എന്താണെന്നറിയാമോ? മോദി പ്രണയം, മോദി പ്രേമം. അതിന് വെള്ളമൊഴിച്ച് അത് തളർത്ത് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക മോദി പ്രണയം. PM ശ്രീ എങ്ങനെ നടപ്പാക്കണം? കാരണം PM ശ്രീ നടപ്പാക്കില്ല. അതൊരു വൃത്തികെട്ട പ്രോഗ്രാമാണ്, അതൊരു കാബാലികൻ്റെ പ്രോഗ്രാമാണ്. ഇവിടെയുള്ള മുസ്ലിം ദ്രോഹത്തിനെ അതിൻ്റെ പീക്കിൽ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികളാണ് PM ശ്രീയിലുള്ളത് എന്ന് അവരുടെ ആൾക്കാരെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇനി PM ശ്രീ ഞങ്ങൾ നടപ്പാക്കാൻ പോവുകയാണെന്നെങ്കിൽ അവർ ചോദിക്കില്ല, അപ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആയതുകൊണ്ട് സമയമെടുത്ത് ശനേഹി പതുക്കെ PM ശ്രീ
ശ്രീ നടപ്പാക്കാനുള്ള അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ കമ്മീഷൻ വയ്ക്കുന്നു, അവരതിന് വേണ്ടി സ്പെഷ്യൽ കമ്മിറ്റി വിളിച്ചു കൂട്ടുന്നു. ഇവിടെ PMCയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സമയത്ത് അവരുണ്ടാക്കി വെച്ച പൊല്ലാപ്പുകൾ അതിനെ തേച്ച് മാച്ച് കളഞ്ഞ് നമ്മൾ വിചാരിച്ച പോലെ അല്ലാട്ടോ PM ശ്രീ എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയട PM ശ്രീ എവിടെ കടലിലേക്ക്, ഞങ്ങൾക്ക് അധികാരം കിട്ടിയ PM ശ്രീ കടലിലേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞ് ഷാജി എന്നവൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? PMC നടപ്പാക്കുമെന്ന്, PMC സംബന്ധിച്ച കാര്യങ്ങൾ നടപ്പാക്കുമെന്ന്. മാത്രമല്ല, നെഹ്റുവിനെ വലിച്ചെറിഞ്ഞവർ RSSകാരാണ്, സംഘപരിവാറുകാരാണ്. ഗാന്ധിജിയെ വലിച്ചെറിഞ്ഞത് അവരാണ്, പാഠപുസ്തകങ്ങളിൽ നിന്ന് മുഗളന്മാരെ വലിച്ചെറിഞ്ഞത് അവരാണ്. അതൊക്കെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, നമ്മുടെ പാഠപുസ്തക സംവിധാനം നമ്മൾ ഏർപ്പെടുത്തും. അവിടെ വിസ്മൃതിയിൽ ആണ്ടുപോയിട്ടുള്ള മഹാനായിട്ടുള്ള അക്ബർ, മഹാനായിട്ടുള്ള ഷാജഹാൻ, അവരുടെ ചരിത്രം തിരിച്ചു കൊണ്ടുവരും. മഹാത്മാഗാന്ധിയുടെ ചരിത്രം തിരിച്ചു കൊണ്ടുവരും. നെഹ്റുവിൻ്റെ ചരിത്രം തിരിച്ചു കൊണ്ടുവരും എന്നെല്ലാം വീരവാദം മുഴക്കിയിരുന്ന ആ ഷാജിയും ആ ഷാജിയുടെ പുറയിൽ നിൽക്കുന്ന പാണക്കാടന്മാരും മുസ്ലിം ലീഗുകാരും എല്ലാം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? PMശ്രീയെ എടുത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. വലിച്ചെറിയുന്ന എന്തിനാണ്? മഹാത്മാഗാന്ധിയെയും അതുപോലെ തന്നെ നെഹ്റുവിനെയും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണ്? സാക്ഷാത് നരേന്ദ്ര ദാമോദർദാസ് മോഡിയെ. മുസ്ലിം വീടുകളിൽ മോഡിജിയുടെ ഫോട്ടോ വെച്ചോളൂ, അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് പറയുന്നിടത്തോളം വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നു എന്ന് സാരം. ഏതായാലും ലക്ഷദ്വീപിലുള്ള മറ്റേ മുഹമ്മദ് ഫൈസൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ ഈ ഒരു ട്രെൻഡ് ആൻറ്റി മോഡി ചിന്താ പദ്ധതിയിൽ നിന്ന് മാറിയിട്ട് പ്രോ മോഡി ചിന്താഗതിയിലേക്ക് വരികയാണ് ഇവിടുത്തെ മുസ്ലിം സമൂഹം. വളരെ നല്ല കാര്യമാണ്, അതേ പറ്റൂ. അമ്മയുടെ നിന്ന് അടി കിട്ടാതിരിക്കാൻ വേണ്ടി കൊച്ചുകുട്ടികൾ 2-3 വയസ്സുള്ള കുട്ടി അമ്മയെ തന്നെ കെട്ടിപ്പിടിക്കുമല്ലോ, അതൊരു തന്ത്രമാണ്, നല്ല തന്ത്രമാണ്. ഇവിടെ എല്ലാ വിധത്തിലും ആൾക്കാരുണ്ട്. ലോകത്തിൽ എവിടെ പോയാലും അവിടെയൊക്കെയും പല മതങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ളിടത്തോളം മതങ്ങൾ അവിടെയില്ല. ഇവിടെ പെട്ടെന്ന് എണ്ണുമ്പോൾ തന്നെ ഒരു 10-16 നമുക്ക് എണ്ണാൻ പറ്റും. അതിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്നത് ഹിന്ദുവാണ്, മുസ്ലിമാണ്, ക്രിസ്ത്യാനികളാണ്. അയാളൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദുവാണ്, ഇദ്ദേഹം ഒരു മുസൽമാനാണ്. നമ്മൾ ഭാരതീയരാണ്. ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി നിൽക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക്. ഞങ്ങളെന്തോ സംതിങ് സ്പെഷ്യലാണെന്ന് പറഞ്ഞ് തീർക്കാൻ വേണ്ടി. ബാക്കി എല്ലാവരും വിഡ്ഢികളാണ്. ബാക്കി ആൾക്കാർ ചെയ്യുന്നവരുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളടക്കം എന്ത് ചെയ്യുന്നു വിഡ്ഢിത്ത കൽപ്പനയാണ് എന്ന് പറഞ്ഞ് ആവശ്യമില്ലാതെ ഇവിടെ ഒരു കലാപഭൂമിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാതെ ചൊറിയാനും മാന്താനും നിന്നിരുന്ന ആ ഒരു കാലഘട്ടം മറക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ. ആ ഒരു ബോധം പതുക്കെ ഇവിടുത്തെ നേതാക്കന്മാർ ഇവിടെ സാധാരണക്കാർക്ക് ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് എന്ത് പ്രശ്നമായിരിക്കും? പിന്നെ ഇവിടെ അവശേഷിക്കുന്നത് എന്ത് പ്രോബ്ലമായിരിക്കും മുസ്ലിങ്ങളുടെ ഇടയിൽ? പിന്നെ ബാക്കിയൊന്നുമില്ലെന്നർത്ഥം. കാരണം നരേന്ദ്രമോദി ആകട്ടെ, RS ആകട്ടെ, സംഘപരിവാറാകട്ടെ, ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ആകട്ടെ, ഇവരാരും മുസ്ലിങ്ങൾക്കെതിരല്ല, മുസ്ലിം ആചാരങ്ങൾക്കെതിരല്ല, മുസ്ലിം ഉപചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരല്ല. പക്ഷേ അവരായിട്ട് തീർക്കുന്ന, ആവശ്യമില്ലാതെ തീർക്കുന്ന ചില വായത്താരികൾ, ചില പ്രവർത്തനങ്ങൾ, അതിൽ ചില ത്രെഡുകൾ കടന്നുകൂടുന്നുണ്ട്, ചില ഛായകൾ അവിടെ പൊന്തി വരുന്നുണ്ട്. എന്തിൻ്റെ? തീവ്രവാദത്തിൻ്റെയും രാജ്യദ്രോഹത്തിൻ്റെയും. അങ്ങനെയുള്ള ആളുകളുടെ അവർക്കാണ് ഒരു കടിഞ്ഞാണിടുന്നത്, അവരുടെ പ്രവർത്തനത്തിനാണ് വിലങ്ങ് വയ്ക്കുന്നത്. അത് ആവശ്യമാണല്ലോ. അത് മനസ്സിലാക്കാൻ ഇപ്പോൾ പലർക്കും കഴിയുന്നു എന്നുള്ളത് കൊണ്ട് വലുതായിട്ടുള്ളൊരു മാറ്റം മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രോ BJPയിലേക്ക് ഗുണകരമായിട്ടൊരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുക. നല്ല കാര്യം. നമുക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. രാജ്യം രക്ഷപ്പെടണം. നമസ്കാരം.